ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സഭ മാർ യൂദ തദായി ശ്ലീഹായെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായാണല്ലോ വിശുദ്ധ യൂദാ ശ്ലീഹ അറിയപ്പെടുന്നത്. എന്താണ് ഈ അസാധ്യമായ കാര്യങ്ങൾ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളിൽ 44-ാമത്തെ വാക്യം ഈ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ ലോകത്തിൽ നമ്മൾ എത്രയെത്ര നന്മകൾ ചെയ്താലും ഒരു തിന്മ, ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ചെയ്ത നന്മകൾ ആരും തന്നെ ഓർമ്മിക്കാറില്ല. മാത്രമല്ല, ആ തെറ്റിൻ്റെ പേരിൽ എത്രയെത്ര പീഡനങ്ങൾ, അവഹേളനങ്ങൾ. മിത്രങ്ങൾ പീഡിപ്പിക്കില്ലല്ലോ, ശത്രുക്കളല്ലേ പീഡിപ്പിക്കൂ. ബന്ധുവാര്, ശത്രുവാര്, ഏറ്റവും അടുത്തവരെന്ന് പറയപ്പെടുന്നവരായിരിക്കും ഒരുപക്ഷെ പലപ്പോഴും ഏറ്റവും വലിയ ശത്രുക്കളായി വർത്തിക്കുന്നത്. ഇപ്രകാരമുള്ളവരെ സ്നേഹിക്കാനും പീഡനമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് അസാധ്യമായ കാര്യം സാധ്യമായി തീരുന്നത്. ഇത് സാധിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ നല്ല മനുഷ്യരും ദൈവീകതയുള്ളവരുമായി മാറുന്നത്. എല്ലാവർക്കും നല്ല ദിവസം. ദൈവം അനുഗ്രഹിക്കട്ടെ.